This morning, I'm trusting in the Lord to speak to us from the book of John, chapter 6. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. That's a very long chapter. I have no intention to go through all of it. As the time permits and the Holy Spirit give us the message, we will finish it on time. പരിശുദ്ധാത്മാവ് അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ നൽകപ്പെട്ട ദൂത് സമയത്തിന് സമയബന്ധിതമായി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. I don't think there is anyone in this church that have not heard these stories mentioned in chapter 6. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം കേൾക്കാത്തവരായി ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Because feeding of the Jesus feeding the 5,000 and walking on the water, what am I supposed to preach from that one? 5000 പോഷിപ്പിക്കുന്നതും വെള്ളത്തിന്മേൽ നടക്കുന്നതുമെല്ലാം ഇതിന്റെ അകത്തുനിന്ന് ഞാൻ എന്താണ് നിങ്ങളോട് പറയുവാൻ? But I believe God has something to say to every one of us. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ദൈവാത്മാവ് സംസാരിക്കാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. As a man of God said, if I bring something so new that you have never heard, you need to question whether that is really from the Bible. ദൈവദാസൻ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് ഒന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് അതിനെ ഒന്ന് പരിശോധിച്ച് തന്നെ നിങ്ങൾ പോകണമെന്ന് പറയുന്നു. So let God speak to us through the familiar scripture. നമ്മൾ കേട്ടിട്ടുണ്ട് പരിചിതമായ തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. Every word of God, everything that is organized in such a way with a specific purpose by the Holy Spirit. പരിശുദ്ധാത്മന്റെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. So why is that these two miracles mentioned in chapter 6? എന്തുകൊണ്ടാണ് ഈ രണ്ട് അത്ഭുതങ്ങളും ഈ 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? So I started thinking about it, then I got a clue on the word the verse chapter 5 verse 45 onwards. If we read like this, എന്നാൽ ഇത് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ 5-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ നിന്ന് എനിക്ക് അത് മനസ്സിലാകുവാൻ കഴിഞ്ഞു. Do not think that I shall accuse you to the Father. There is one who accuses you. Then he says, Moses, in whom you trust. ആമേൻ. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. Yeah, so look at the verse. It says, you have put your hope and trust in Moses. നിങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും നിങ്ങളുടെ മോശയിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. So that is the clue here, because these people standing in front of these Jews, the Israelites, standing in front of Jesus, they are considering Moses much greater than Jesus. യേശുക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കുന്ന ഇസ്രായേൽ ജനം, യഹൂദ ജനം, ആ മോശയാണ് ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് അവർ ചിന്തിക്കുന്നു. And so because of that one, they are not even accepting Jesus. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെ അവർ സ്വീകരിക്കാതെ തന്നെ മുമ്പോട്ട് പോകുന്നത്. So if you kind of look at it, even previously also it is mentioned so many different things, but I'm not going to go into this one, but understand the concept is that the people over there, they are putting their hope and trust in Moses, and they do not consider Jesus as Messiah, and let alone not a prophet. പലതും മോശയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ലെങ്കിലും അവിടെ ആയിരിക്കുന്ന ജനം മോശയിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ അധികമായിട്ട് മോശയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. So there are some similarities that we can see. A large crowd left Egypt following Moses. ഇസ്രായേൽ മിസ്രയീമ്യത്തിൽ നിന്ന് മോശയെ അനുഗമിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതും. Here we can see that a large crowd is following Jesus. They want to be delivered from the Roman rule. ഈ റോമ ഭരണാധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതുകൊണ്ട് യേശുവിനെ പിന്തുടരുന്നവരെയും കാണാം. So the people were following Moses because he performed so many miracles in front of them. അവരുടെ മുമ്പാകെ മോശ അനവധിയായ അത്ഭുതങ്ങളെ കണ്ടതുകൊണ്ടാണ് ആ ജനം ആ മോശയുടെ മുമ്പാകെ. Here Jesus performed a lot of miracles and Jesus people are following him. യേശുക്രിസ്തു അനവധിയായ അത്ഭുതങ്ങളെ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു പറ്റം We can see that Moses frequently go to the mountain to speak to the Lord. Here
we see that Jesus going to the mountain to speak to the Lord. മോശ മലമുകളിൽ പോയി ദൈവത്വവുമായി സംസാരിച്ചതുപോലെ തന്നെ യേശുക്രിസ്തു മലമുകളിൽ പോയി തന്റെ പിതാവിനോട് So there സംസാരിക്കുന്നു. are some similarities we can see there. ഇവിടെ രണ്ടും കൂടെ രണ്ട് സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ But they കഴിയും. failed to understand the one standing in front of them is a greater than Moses. എന്നാൽ തന്റെ മുമ്പിലായിരിക്കുന്നവൻ മോശയെക്കാട്ടിൽ വലിയവനെന്ന് അവർ So തിരിച്ചറിയുന്നില്ല. these miracles are going to teach them a lesson from that one. അവരുടെ ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ തക്കവണ്ണമാണ് ഈ സംഭവങ്ങൾ അവരുടെ മുമ്പിൽ So കൊണ്ടുവന്നത്. understand, the people believed that Moses gave them bread, manna in the wilderness. ആ മരുഭൂമിയിൽ മന്ന കൊടുത്തിരിക്കുന്ന മോശയുടെ അനുഭവം നോക്കണമേ. And they say that Moses divided the Red Sea and for them to cross. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചിട്ട് അവർക്ക് അതിൽ നടുവിൽ കൂടി നടക്കുവാൻ അവർക്ക് കഴിഞ്ഞു. They believed that Moses gave them the 10 commandments. 10 കൽപ്പനകൾ മോശ കൊടുത്തു എന്ന് അവർ വിശ്വസിക്കുന്നു. So because of all this, God, Moses is really great. ഇതെല്ലാം കണ്ടുകൊണ്ടപ്പോൾ മോശ ഏറ്റവും വലിയ ഒരു വ്യക്തിയായിട്ട് അവരുടെ മുമ്പിലായിരിക്കുന്നു. So let us see how that Jesus is trying to prove that I am greater than Moses. എന്നാൽ എങ്ങനെ ഞാൻ മോശയെക്കാട്ടിൽ വലിയവനെന്ന് യേശുക്രിസ്തു എങ്ങനെ അവരുടെ മുമ്പാകെ തെളിയിക്കുന്നു? That is the first miracle. They believed Moses gave them bread, and now we will see that Jesus is going to give them bread. ഇവിടെ ആദ്യത്തെ സംഭവം നോക്കുമ്പോൾ മോശ മന്നെ അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ യേശുക്രിസ്തു അവർക്കും അപ്പത്തെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. So this story is mentioned in all 4 gospels. So I'm going to be picking some details from other gospel, and we're going to go very quickly. 4 സുവിശേഷത്തിലും ഈ അത്ഭുതം കണ്ടതുകൊണ്ട് ഞാൻ 4 ഇടത്തു നിന്ന് ഞാൻ കുറച്ചത് എടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Here we see that Jesus was, they were very tired after the long ministry, and Jesus said, let us go to a desert place that nobody will bother us. തന്നെ ശുശ്രൂഷയ്ക്ക് ശേഷം വളരെ ക്ഷീണിതനായിട്ട് ഒരു മരുഭൂമിയിലേക്ക് പോകാമെന്ന് യേശുക്രിസ്തുവോട് പറയുന്നു. Mark chapter 6:30, we see that they went to a desert place. അവർ ഒരു മരുഭൂമിയിലേക്ക് പോയി എന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു. But the people heard about it, they began to follow. ഇത് കേട്ട ഉടനെ കൂടെ ഉണ്ടായിരുന്ന ജനം യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാൻ തുടങ്ങി. So a multitude of people came over there. വളരെ വലിയൊരു പുരുഷാരമാണ് യേശുക്രിസ്തുവിന്റെ പുറകെ പോകാൻ തുടങ്ങിയത്. So Jesus felt compassion on them. വളരെ ദയ അവരോട് തോന്നുവാൻ യേശുക്രിസ്തു. Jesus said, these people look like they are sheep without a shepherd. ഒരു ഇടയനില്ലാത്ത ആടുകളെ പോലെ തന്നെ അവരെ കാണുന്നു എന്ന് യേശുക്രിസ്തു അവരെ So നോക്കി he പറഞ്ഞു. began to teach them. അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. And the message went very long, and he was teaching, not like with our 20 minutes time frame. It kind of hours he taught them. ഒരു 20 മിനിറ്റിലോ മണിക്കൂറിലോ ഒതുങ്ങുന്നതല്ല, അതൊരു വലിയൊരു പഠനമായിട്ട് തന്നെ അവിടെ നടന്നു. So the time is so evening, late into the evening. അത് വലിയൊരു സന്ധ്യാകാറാകുന്ന സമയമാതി. Disciples came into him and said, Master, send them away, let the people go. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നു, യജമാനനെ അവരെ പറഞ്ഞയക്കണമേ, കാരണം ഇത് രാത്രിയായല്ലോ. And that's what their idea was, to kind of let the people go. അവരെ അവിടെ നിന്ന് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ശിഷ്യന്മാർ. And Jesus rejected that idea. ആ ഐഡിയ യേശുക്രിസ്തു നിരസിച്ചു കഴിഞ്ഞു. Jesus said, you give them something. എന്തെങ്കിലും അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് This പറയുന്നു. is the first thing that we want to think about. It is sometimes it is easier for us to get rid of the problem. ഒരു പ്രശ്നത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഓടി ഒഴിയുവാൻ തക്കവണ്ണം വളരെ അനായാസമായി തോന്നും. Sometimes God puts something in front of us for us to solve, but our tendency is to kind of push that away, get rid of that. ചില സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പല പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അതിനെ സോൾവ് ചെയ്ത് മുമ്പോട്ട് ഓടുവാനാണ്, എന്നാലോ അതിൽ നിന്ന് ഓടി ഒഴിയുവാൻ നിങ്ങൾ ശ്രമിക്കും. And I began to feel guilty about that one. How many opportunities in the past God brought in front of me that I could have taken a step with the help of God to solve it, but my mentality was, the comfort zone was to get rid of the problem. എന്നാലോ ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ വളരെയധികം കുറ്റബോധം എനിക്ക് തോന്നി. എത്ര അധികമായ അവസരങ്ങൾ എന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതിനെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഓടി ഒഴിയുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ പോയി. Because it is challenging, it is time consuming, it might require a lot of effort, it might step into out of comfort zone to really solve a problem. So the best thing is to kind of not get involved. ഞാൻ ഈ പ്രശ്നത്തിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എന്റെ സമയം പോകും, എന്റെ ദിവസങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ മറിച്ചു കളഞ്ഞത്. How many times that we kind of shied back and said, I don't want to get involved in that one. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിന്റെ അകത്ത് അകപ്പെടണ്ടായി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന എത്ര അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. In John's Gospel chapter 6, we
read something very particular that other gospel did not say. He asked Philip and said, "What? Where can you bring bread to the people?" 5-ാം വാക്യത്തിൽ ഫിലിപ്പോസിനോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. And verse 6 says, but this he said to test him. ആമേൻ. ഇതവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. Because he knew what he would do. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. And that is something that you all read this one. I'm just kind of simply touching some of the points. വളരെ പരിചിതമായതാണെങ്കിൽ ചില ദൂതുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട്. Why did he ask Philip that one? എന്തുകൊണ്ടാണ് ഫിലിപ്പോസിന്റെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? Answer is there to test him. അവനെ പരീക്ഷിപ്പാൻ അത്രേ ഇത് ചോദിച്ചത്. My question is, doesn't Jesus know that is what he was going to say? He knows even in his heart what is there. തന്റെ ഉള്ളിലെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിച്ചത്? But he wanted it to Philip to say it out loud. തന്റെ ഉള്ളിലുള്ളത് അത് ഫിലിപ്പോസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് many times that is what is happening in our lives. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. I mean, Jesus know our thoughts. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും യേശുക്രിസ്തുവിനെ അറിയാം. But he will bring it to a situation. He will ask us very specifically so that he wants to hear, so that we know what we are going to say. സാഹചര്യങ്ങളുടെ നടുവിലേക്ക് നിങ്ങളെ കൊണ്ടിട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നു എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. I began to think about a very interesting thing I mentioned in the previously. Remember the story about the two disciples going to Emmaus? The village of Emmaus. എമ്മൗസിലേക്ക് കടന്നു പോകുന്ന ആ ശിഷ്യഗണത്തെ പറ്റിയുള്ളത് വളരെ ചിന്തിക്കുവാൻ. And Jesus walked with them and he began to talk to them and their heart began to burn inside them. എമ്മൗസിലേക്ക് കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു അവരോട് ഓരം ചേർന്ന് നടന്ന് അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നത് ഓർമ്മയില്ലേ? And as they approached the Emmaus village, Jesus knew that their houses are very close and they are about to turn into their homes. എമ്മൗസിലേക്ക് പോകുമ്പോൾ അവരുടെ വീട് അടുത്തപ്പോൾ അവർ ആ വീടിലേക്ക് പോകുവാൻ തിരിയുന്നു എന്ന് യേശുക്രിസ്തു. And Jesus intentionally began to walk past them. എന്നാൽ അവരെ വിട്ട് വീണ്ടും കടന്നു പോകുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ശ്രമിച്ചു. Why did he do that? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്? He wanted to hear from them to say that don't go, just come and stay with us. ആമേൻ. അവരുടെ ഉള്ളിൽ നിന്ന് പറയണമായിരുന്നു, പോകരുത്, നിങ്ങൾ അങ്ങ് ഞങ്ങളോട് കൂടെ ഒരു. And that's what he wanted also. അതാണ് യേശുക്രിസ്തുവിന് ആവശ്യമുള്ളത്. Amen. But he wanted to hear from them. അവരുടെ നാവിൽ നിന്ന് അത് കേൾക്കണമായിരുന്നു. Hallelujah. This is exactly what happens so many times in our lives. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. He will pretend to pass us, he will pretend to do things, but he wanted, even in this chapter at the end, he walked on the water, then he came very near and he began to walk him past them. ആമേൻ. അവർ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ വരുന്നു. Amen. Yeah, we began to pass the boat where they were struggling until they call him and say, come inside. ആമേൻ. ആ ബോട്ടിൽ കടന്നു വന്ന് അവനെ വിളിക്കുന്നിടം വരെയും അവൻ അനങ്ങാതെ ഇരുന്നില്ലേ? He walked all this way to get into the boat, but he is pretending to walking away. അവൻ അവിടെ നിന്ന് അവരിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നടിച്ചുകൊണ്ടായിരുന്നില്ലേ ഇരുന്നത്. Children of God, these things many times that happens in our life. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Physically, Jesus Christ will not come and ask any one of us that way now. നമ്മുടെ ജീവിതത്തിൽ വന്ന് ചോദിക്കത്തില്ല. യേശുക്രിസ്തു ഇങ്ങനെ വന്ന് ചോദിക്കത്തില്ല. Amen. Physically, അക്ഷരാർത്ഥത്തിൽ അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നില്ല എന്ന് വരാം. But he will send agents in front of us that we want to have the same attitude today. ആമേൻ. ആ ദൂതന്മാർ ഒരുപക്ഷെ അക്ഷരാർത്ഥമായി വന്നില്ലെങ്കിൽ ദൂതന്മാരെ അയച്ച് നമുക്ക് വേണ്ടി അവർ കരുതത്തില്ലേ? Hallelujah, glory to God. Some really agents, meaning not angels, agents, some problems or some people, he will send it to us that we will begin to say the same thing. ആമേൻ. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു വാക്കല്ലേ നമ്മുടെ നാവിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. So this poor Philip, he Jesus asked him, remember he was following him, he saw all this miracle, but a poor guy, he just spelled out what was in his heart. ആമേൻ. ഈ ഫിലിപ്പോസ് ഇതെല്ലാം കണ്ടും കേട്ടും വന്നുകൊണ്ടുവരും തന്റെ ഉള്ളിലുള്ളത് യേശുക്രിസ്തുവിനോട് മറുപടിയായി പറഞ്ഞു. He said, if we have 200 denarius, I don't think that is enough, Jesus. ആമേൻ. ആ 200 ഷെക്കൽ കൊണ്ട് നമുക്ക് ദിനാർ കൊണ്ട് നമുക്ക് ഇത് തികയത്തില്ല എന്ന് പറഞ്ഞു. I mean, I believe he probably had some
calculations, somewhere he had 200 denarius, or he thought he can somehow bring 200 denarius, but that was not sufficient. That's what he is saying. അവൻ തന്റെ 200 ദിനാരിയസ് ഉണ്ടെങ്കിലും അതുകൊണ്ട് അത് സഫീഷ്യന്റ് അല്ല എന്ന് ഫിലിപ്പോസിന് തോന്നി. So he quickly put the problem with the context of finance. ആ ഒരു കണക്കിന്റെ കാര്യത്തിലേക്ക് ഈ ഫിലിപ്പോസ് ഇത് കൊണ്ടുവന്നു. I mean, he is really thinking, how do we really solve the problem, because we don't have enough finance. നമ്മൾ ഇത് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള പൈസ, അത്രയുമുള്ള ഒരു ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് ഫിലിപ്പോസ് പറയുന്നു. I mean, finance is not always the solution to the problem. ഏതെങ്കിലും പ്രശ്നത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന പണ സമ്പത്ത്, when we come to some situations, it is don't just look at the finance alone, you have to look at the promise of God. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ സമ്പത്തിനെ ആശ്രയിച്ചു പോകരുത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ആശ്രയിച്ചായിരിക്കണം പോകേണ്ടത്. Money cannot solve the problem, some of our problems. നമ്മുടെ ആയിരിക്കുന്ന സമ്പത്ത് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിയത്തില്ല. I mean, church, Holy Spirit is giving you a heads up and a warning that when situations come, we should not align our problems in terms of the finance. We should look at the one who is the provider and trust him and give the problem back to him. ആമേൻ. നമ്മുടെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന വെല്ലുവിളികൾ സമ്പത്ത് കൊണ്ട് അതിജീവിക്കാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ വാഗ്ദത്തം തന്നിരിക്കുന്ന, പ്രോമിസ് തന്നിരിക്കുന്ന ദൈവത്തിൽ പരമേൽപ്പിച്ച് മുമ്പോട്ട് ഓടുക. Hallelujah, glory to God. Then all of a sudden another fellow stepping up. മറ്റൊരു വ്യക്തി വീണ്ടും അതിനടുത്തേക്ക് കടന്നു വരുന്നു. Andrew said, hey, don't worry about it. I got something. There is I found a lad, there is 2 fish and 5 loaves of bread. 5 അപ്പവും 2 മീനുമായിട്ട് ഒരു പിഞ്ച് ബാലൻ അവിടെ ഉണ്ടെന്ന് അന്ത്രോസ് പറയുന്നു. But then he added something. He said, that's more important than what he already said. He said, I don't know what good it is that. അതുകൊണ്ട് എത്ര പേർക്ക് എന്തുള്ളൂ എന്ന് അന്ത്രോസ് പറയുന്നു. This is exactly where I am many times. I don't know about you, probably are all much better saints than me, but I look at it and say, what am I going to do with what I have? ഞാനും ഇങ്ങനെയുള്ള സാഹചര്യം ഇത് തന്നെ ആയിരിക്കും ഞാനും പറയുന്നത്. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകും? I don't have any challenge of what am I going to do with me. I mean, or what am I going to, if I go to that house, if I simply pray, what is that going to do? ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പക്ഷേ അങ്ങനെയുള്ള ചിന്തയായിരിക്കും എനിക്കും വരുന്നത്. Because we always know there is something little in us or with us, but we just always underestimate and say, what is he going to do? നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷേ ഉള്ളൂ എങ്കിൽ പോലും അതിനെ താഴ്ത്തിക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി. But Andrew, you have been following Jesus. You saw that he turned the pots of water into wine. വെള്ളത്തെ വീഞ്ഞാക്കിയത് അത്ഭുതങ്ങളെ കണ്ട് ഇറങ്ങിത്തിരിച്ച ആന്ത്രോസ് അല്ലേ നീ? I mean, then you at least to believe that, Lord Jesus, I got something. Can you do something with this? എന്നാലോ എന്റെ കയ്യിൽ അല്പമുണ്ട്, ഇതിൽ കൂടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കർത്താവേ എന്ന് അന്ത്രോസിന് ചോദിച്ചുകൂടെ? I mean, that's what he is looking for. അതായിരുന്നു യേശുക്രിസ്തുവോടെ നോക്കിക്കൊണ്ടിരുന്നത്. But he is coming with the statement that what could it be? That is not going to be enough. എന്നാൽ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ത്രോസോടെ പറയുന്നത്. I mean, there are many people in this church. The Holy Spirit is discerning. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിവേചിച്ചുകൊണ്ടിരിക്കുന്നു. I mean, hallelujah. There are people in this church with very little that you have. You are holding with that one, and you are already concluding yourself and saying there is nothing can be done with this one. അല്പം കൊണ്ടായിരിക്കുന്ന ഇവിടെ പലരെയും പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു വിചാരത്തോടു കൂടി ആയിരിക്കുന്നു. God's Holy Spirit has given some gift in some of you. ചില കൃപാവരങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ചിലർ മേൽ പകർന്നിട്ടുണ്ട്. And you are estimating the value of it, and you are saying that what good it is that one. If I had that one, that would have been better. തന്നിൽ തന്നിരിക്കുന്ന കൃപാവരത്തെ താഴ്ത്തിക്കെട്ടുകൊണ്ട് മറ്റൊരു കൃപാവരം ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയോടുകൂടെ പോകുന്നു. I don't know who that is, but the Holy Spirit clearly see that. ആരെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് പറയുന്നു, you are not using the very little you have. You are not giving. You are not cooperating with the Holy Spirit to do wonderful things with it. പരിശുദ്ധാത്മ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരത്തെ പരിശുദ്ധാത്മാവിന് ചേർന്നിരുന്നിട്ട് അത്ഭുതങ്ങളെ അത് ചെയ്യുവാൻ തക്ക നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നില്ല. This morning by the power of God and in the Spirit of God, I rebuke the spirit
of Andrew mentality. ആ പരിശുദ്ധാത്മാവിന്റെ Hallelujah. ശക്തിയല്ല, ദൈവത്തിന്റെ അധികാരത്തില് അങ്ങനെയുള്ള ആ ശക്തിയെ, ഇരുട്ടിന്റെ ശക്തിയെ ഞാൻ ശാസിച്ചകറ്റുവാണ്. Amen. That has to go from us. അത് നമ്മളിൽ ഉള്ളിൽ നിന്ന് പോയേ It മതിയാകൂ. could be your little finance, it could be your little job, it could be your little sound, it could be your little voice, it could be your little health, it could be something you have given, God has given you. Oh, give back to the Lord and use it. Don't say I don't have it. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ചെറിയ ജോലി Amen. ആയിരിക്കട്ടെ, ചെറിയ സമ്പത്തായിരിക്കട്ടെ, Hallelujah. എന്ത് തന്നെയായാലും ദൈവം നിങ്ങൾക്ക് തന്നത് അത് Hallelujah. മുടക്കി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നോക്കുക. Hallelujah. Don't sit on it. അതിന്റെ മുകളിൽ വെറുതെ ഐഡിയൽ ആയിട്ട് ഇരിക്കുവാൻ നോക്കരുത്. Praise God. Give back to the അത് Lord. ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ ശ്രമിക്കുക. Glory to God. Hallelujah. ഹല്ലേലൂയ. Andrew said it cannot be done much with it. അന്ത്രയോസ് പറഞ്ഞു, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അന്ത്രയോസ് പറയുന്നു. Now we see that, quickly let me go. And verse 10 and 11 we see Jesus said, okay, give that to me. എന്നാൽ 10-11 വായിക്കുമ്പോൾ അത് എന്റെ കയ്യിലേക്ക് തരുവാൻ യേശു പറയുന്നു. And he took it അത് എടുത്തിട്ട് and he blessed it. അതിനെ വാഴ്ത്തുന്നു. And we don't see a real big prayer that Jesus saying that, really let it multiply or anything like that. Jesus just simply give thanks to the Lord. അത് കയ്യിലെടുത്തിട്ട് വലിയൊരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിച്ചു എന്ന് കാണുന്നില്ല. അത് എടുത്തിട്ട് അതിനെ ഒന്ന് വാഴ്ത്തി നുറുക്കുന്നതായിട്ടാണ്. Then he broke it. അതിനെ നുറുക്കുന്നു. And then he gave it to the people. അതാണ് ആ മനുഷ്യർക്ക് കൊടുക്കുന്നത്. I mean, he gave it to the disciples. തന്റെ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. Now think about it. അതിനെപ്പറ്റി ഒന്ന് ആഴമായി ചിന്തിച്ചേ. When Jesus was breaking this bread and fish, have you ever thought it was not increasing right there in 100 bucket or something like that? ആ അപ്പം എടുത്ത് നുറുക്കുന്ന സമയത്ത് അവിടെ 12 കൊട്ടയായിട്ട് അത് ഉയർന്നു വന്നതായിട്ട് നാം കാണുന്നില്ല. As he was giving to the people and they were distributing it, this was increasing. അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ജനത്തിന് കൊടുക്കുമ്പോഴാണ് കൊടുക്കുന്തോറും ഇത് ഏറി വരുന്നതായിട്ട്. I mean, the increase took place as they distributed. കൊടുക്കുമ്പോഴാണ് അത് ഏറി വരുന്നതായിട്ട് കാണുന്നത്. Hallelujah. Holy Spirit is again speaking to somebody here. പരിശുദ്ധാത്മാവിനെ ആയിരിക്കുന്ന ചിലരോട് വ്യക്തമായി വിളിച്ചു പറയുന്നത്, You are holding the very little you have. അല്പമായിരിക്കുന്നത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. But what God gave it to you, എന്താണോ ദൈവം നിങ്ങൾക്ക് തന്നത്, when you begin to distribute it, തന്നിരിക്കുന്നത് വ്യാപാരം ചെയ്യാൻ ശ്രമിക്കാമോ, that will increase. അപ്പോഴാണ് അത് അനവധിയായി ഉയർന്നു I വരുന്നത്. mean, if God has given a little prophetic spirit upon you, ഒരു പ്രവചനത്തിന്റെ വരം തന്നിട്ടുണ്ടെങ്കിൽ when you begin to use it, അത് ഉപയോഗിക്കാൻ തുടങ്ങണം. it will increase. അപ്പോഴാണ് അത് ഉയർന്നു വരുന്നത്. Hallelujah. Whatever is the area, ഏതൊക്കെ ഇടത്താണെങ്കിൽ പോലും the moment you increase, distribute it, അത് വ്യാപാരം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ that's the time when the increase will come. അപ്പോഴാണ് നിങ്ങളിലുള്ളത് കൃപാവരങ്ങൾ ഉയരുവാൻ തുടങ്ങുന്നത്. I mean, our job is to distribute. നമ്മൾക്ക് തന്നിരിക്കുന്നത് വ്യാപാരം ചെയ്യണമെന്ന് He is the one gave it to us. അവിടുന്നാണ് അവൻ നമുക്ക് തന്നത്. Hallelujah. If we don't do anything with it, it will not increase. തന്നിരിക്കുന്നത് വ്യാപാരം ചെയ്തില്ലെങ്കിൽ അതിനൊന്നും സംഭവിക്കാതെ ഉള്ളിൽ ഒതുങ്ങത്തേ ഉള്ളൂ. Oh, many gifts are dying in this church. അനവധിയായ കൃപാവരങ്ങൾ ഇതുമൂലം നശിച്ചുകൊണ്ടും ചത്തുകൊണ്ടും ഇരിക്കുകയാണ്. I am going to be honest with you today because the Holy Spirit speaking to me. I'm not going to polish it. I'm not going to lie about it. ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂതനെ ഞാനത് പോളിഷ് ചെയ്യാനല്ല, തന്നത് സത്യസന്ധതയോട് ഉറക്കെ വിളിച്ചു പറയാൻ പോകുക. Gifts are dying in this church. തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. You don't use it, you don't distribute it, you don't allow it to increase. അത് വ്യാപാരം ചെയ്യുവാനോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനോ കഴിയാത്തത് കൊണ്ട് അത് ഉള്ളിലിരുന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്. Oh, hallelujah. Who is that person? Who is that person? I mean, Holy Spirit is watching and surrender to the Lord and say, Lord, that is me, that is me. Use it for your glory. ഇവിടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും വ്യക്തമായി വിവേചിക്കുന്നു. ആരാണത്? ആരാണെങ്കിൽ പോലും അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തന്നെ തുടങ്ങുക. Hallelujah. Then he said, make the people sit 50 and 100s in a row. 50-100 നിരനിരയായി ഇരുത്തുവാൻ യേശു ക്രിസ്തു അവരോട് He പറയുന്നു. told the disciples to take it and give it to them. അവർ ശിഷ്യന്മാർ അതെല്ലാം എടുത്തു കൊടുക്കുവാൻ തക്കണ യേശു ക്രിസ്തു And പറയുന്നു. they are distributing it. അത് തന്നിൽ കിട്ടിയിരിക്കുന്നത് അത് വ്യാപാരം കൊടുക്കുവാൻ തുടങ്ങി. Oh, they came to the 50 is a rows of 1, 2, 3, 5, 10. They are doing it. ആമേൻ. 1, 2, 3 നിരകളായി ഇങ്ങനെ വാരി അവർക്ക് കൊടുക്കുവാൻ തുടങ്ങി. And then you know what? After some time, they come back and they started feeding the first
first 10 rows, 15 rows. വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും 1, 2, 100 നിരകളായി കൊടുക്കുവാൻ I am saying that imagine that's what they were doing. ഇങ്ങനെയാണ് ഞാൻ അതൊന്ന് സങ്കല്പിച്ച് ഇങ്ങനെയാണ് ചെയ്തതെന്ന് Only the first 15, 20 rows they are keep on feeding. അങ്ങനെ 10, 20 നിരകൾ മാത്രം ഇങ്ങനെ കൊടുത്തു. What will happen to the people sitting in the last row? അവസാന നിരയിൽ ഇരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? These servants of God must be faithful to go to the last row, where the last person is, and that's where they're supposed to go with the bread that is given to them. തന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന അപ്പത്തെ വിശ്വസ്തയോടുകൂടെ അവസാന നിരയിൽ ഇരിക്കുന്നവരുടെ അടുക്കലേക്ക് പോകേണ്ടതാണ്. We do the same mistake all the time. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ആണ് We ചെയ്തുകൊണ്ടിരിക്കുന്നത്. distribute the first 15 row where we can see. നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിലെത്തുന്ന Every Sunday we are feeding the first 15 rows here. 50 നിരകൾക്ക് ഉള്ളിൽ മാത്രം കൊടുക്കുന്ന ഒരു അവസ്ഥയല്ലേ What happened to the people outside here that we cannot see now? നമുക്ക് കാണാൻ കഴിയാത്തടത്ത് ഔട്ട്സൈഡിലായിരിക്കുന്ന ആ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? Hallelujah, we don't go to them. ആ നിരയിലേക്ക് ഒന്ന് പോകാൻ If ശ്രമിക്കുന്നില്ല. that is the case, they will starve. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അവർ വിശപ്പോടല്ലേ ആയിരിക്കുന്നത്. Jesus broke and blessed and gave it to them to go to the last person. വാഴ്ത്തി നുറുക്കി കയ്യിൽ തന്നിരിക്കുന്ന Hallelujah, അപ്പം glory. കൊണ്ട് അറ്റത്തോളം ചെല്ലുവാനല്ലേ പറഞ്ഞിരിക്കുന്നത്? Hallelujah, glory, yes. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഗ്ലോറി. Because we cannot go there, because it's too difficult to go there, because we cannot see them. It is convenient and comfort to feed the first 15 rows. നമുക്ക് കഴുകി തന്നിരിക്കുന്ന ആ Hallelujah. അവസരത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടേക്ക് പോകുവാൻ കഴിയാത്ത തന്നെ മാറി നിന്ന് ഉള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ ആയിരിക്കുന്നത്? Oh, I am guilty of that too. ഞാൻ ഇത് ധ്യാനിക്കുമ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം We തോന്നുന്നു. feed every Sunday, every Friday, every Thursday. Oh, keep on feeding the same people, keep on feeding the same people and forgetting about the one outside. എന്നാലോ ഞാൻ എപ്പോഴും ഞായറാഴ്ചകളിലും തേഴ്സ്ഡേയിലും എല്ലാം നമ്മൾ എന്റെ ഉള്ളിലായിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന ജനത്തെ മാത്രം ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Praise God. He took it, he blessed it and gave it to them. ആമേൻ. വാഴ്ത്തിയെടുത്ത് അനുഗ്രഹിച്ച് അത് അവിടെ ആയിരിക്കുന്നവർക്ക് കൊടുക്കുന്നു. The last time Jesus commanded to fill up the 12 water jars over there. അവിടെ കഴിഞ്ഞ ദിവസം 12 ഭരണി നിറയ്ക്കുവാൻ പറഞ്ഞു. And he said after that, take it and give it to the people. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ആ ജനങ്ങൾക്ക് കൊടുക്കുവാൻ പറഞ്ഞു. At that place, the quantity did not increase. Whatever they filled, that's what they were serving, but the quality changed. എത്ര ജാറിലാണോ നിറച്ചത് അവിടെ ആ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തില്ല, പക്ഷെ ക്വാളിറ്റിയാണ് അവിടെ ചേഞ്ച് ചെയ്തത്. Amen. But now what happened? Hallelujah. The quantity increased, but quality did not change. ആമേൻ. ഇവിടെ ഗുണം ഇൻക്രീസ് ചെയ്തില്ല എങ്കിൽ പോലും അവിടെ ആയിരിക്കുന്ന ക്വാണ്ടിറ്റി അവിടെ ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് കാണുന്നു. Praise God. Look at the way, we cannot really know how our God works. നമ്മുടെ ദൈവം എത്രമാത്രം എങ്ങനെയൊക്കെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. Quantity can change and quality can change. Hallelujah. When he touch you, ക്വാണ്ടിറ്റി നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് കാണുന്നു. Amen. That is our God. അതാണ് നമ്മുടെ ദൈവം. Praise God. Hallelujah. So he was doing all this miracle just to show them that Moses, according to them, they believed Moses gave them bread. But truly Jesus is clarifying that if Moses didn't give, your Father is the one in heaven is the one gave. But these people believe, they put their trust and hope in Moses. They believe in him. And what did Jesus prove here? മോശയെ അധികമായി വിശ്വസിച്ചുകൊണ്ട് മോശയാണ് അപ്പം കൊടുത്തതെന്ന് മന്ന കൊടുത്തതെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാലോ യേശുക്രിസ്തു പറയുന്നുണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിങ്ങൾക്ക് മന്ന നൽകിയതെന്ന്. Jesus said, you know what? You don't believe, you don't understand. The one who's standing in front of you can bring this bread out of nowhere. Hallelujah. Amen. Amen. Glory to God. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവന് ഒന്നുമില്ലാത്തടത്ത് നിന്ന് അപ്പത്തെ ഉളവാക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. Amen. The manna came from heaven, but I am the living bread. If I give it, hallelujah, it will be multiplied and give it to the people. ആമേൻ. ഞാനാണ് ജീവന്റെ അപ്പം. അവിടെ മന്ന സ്വർഗ്ഗത്തിൽ നിന്നെങ്കിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അത് കൊടുക്കുന്നവർക്ക്
He did not say it, but he was proving that I am greater than Moses. ഞാൻ മോശയെക്കാട്ട് വലിയവനാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പ്രവൃത്തിയിൽ കൂടെ തെളിയിച്ചു കാണിക്കുന്നു. Oh, this is the problem that the people, the Jewish people, always struggled. They kind of put a lot of emphasis on Moses, and they did not see the value of Jesus. യേശു ക്രിസ്തുവിനെ അധികമായി വാല്യൂ കൊടുക്കാതെ മോശയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന യഹൂദ ജനം. That's why book of Hebrews chapter 3, our adult Sunday school class, some point back, it was told, I hope you remember, in chapter 3, it was proved that Jesus was greater than Moses. മോശയെക്കാട്ടില് യേശു ക്രിസ്തു വലിയവരെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മുടെ സൺഡേ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ. Verse 1 and 2, he said Moses was greater than Jesus was greater than Moses in personality, in person. ആമേൻ. ആ ഭൗതികമായി തന്നെ ആ മോശയെക്കാട്ടിൽ വലിയവൻ യേശുക്രിസ്തു വലിയവനാണെന്ന് നമ്മൾ 1-2 വാക്യത്തിൽ കാണുന്നു. 3-5 he said Jesus was greater in ministry because he was faithful. Amen. As a Moses was a servant, he was faithful as a son. That's what he said. ആമേൻ. മോശ ഒരു വിശ്വസ്തനായി ദൈവം മുമ്പാകെ ആണെങ്കിൽ 5-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു മകനെ പോലെ മകനായി നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷയെ തികയ്ക്കുന്നതായി കാണുന്നു. Verse 7 onwards it says that Moses led the people to the rest, which is the promised land. But here says Jesus is greater than Moses because he can give rest directly. Hallelujah. ആമേൻ. മോശ അവിടുന്ന് ഒരു ജനത്തെ നയിച്ചെടുത്ത് വന്നുകൊണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു ഒരു നിത്യതയിലേക്ക് നയിക്കാൻ കഴിയുന്നു. Amen. Jesus can give rest, comfort, peace by himself. He doesn't need to go anywhere. That's why he is greater than Moses. എങ്ങും കടന്നു പോകാതെ ദൈവം ഈ ജനത്തിന് മുമ്പിലായിരിക്കുന്ന ജനത്തിന് സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്നുണ്ട്. Praise God. So here one more thing I want to say. After that one, he told a verse, I believe it is verse 12, when they were filled, he said to his disciples, gather up the fragments that remain so that nothing is lost. Verse 12. 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരുടെ ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞു. He didn't want any one piece to be wasted. ഒന്നും കൊടുത്തിരിക്കുന്ന ഒന്നും നഷ്ടമാകരുതെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് പറഞ്ഞത്. Remember, this was just multiplied. This is just piece of bread. After people ate, if they kind of whatever left over, if they throw, what is the big deal with Jesus? കൊടുത്തിരിക്കുന്ന അപ്പക്കഷ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് വേസ്റ്റ് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? But Jesus said not a single piece should be wasted. ഒരു കഷ്ണം പോലും നഷ്ടമാകരുതെന്ന് യേശുക്രിസ്തു വ്യക്തമായി അവരോട് പറയുന്നു. Praise God. What does this that tells us? എന്താണ് ഇത് നമ്മളോട് വിളിച്ചു പറയുന്നത്? If he was so concerned about that little piece of bread that should not be wasted, how much more he is concerned about you and me, that we are purchased by his own precious blood. ആമേൻ. ഒരു കഷ്ണം അപ്പം പോലും നഷ്ടമാകാതെ ശേഖരിക്കണം എന്ന് പറയുന്ന അതിൽ നിന്ന് നമ്മെ എന്നെയും നിങ്ങളെയും തന്റെ രക്തത്താൽ വീണ്ടെടുത്തെങ്കിൽ എത്രമാത്രം നമ്മെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. So chapter 6 verse 39, quickly let me tell you, Jesus said, this is the will of the Father who sent me, that all he has given me I should lose nothing. ആമേൻ. ഇങ്ങനെ പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. That is the desire of Jesus, that not a single soul should be lost. അതുകൊണ്ടാണ് ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടരുതെന്നുള്ള ഒരു ആഗ്രഹത്തോടെ യേശുക്രിസ്തു ചെയ്തത്. Amen. He was concerned about the bread there, and he was also concerned about the people, because he wanted all of us to be there. ആമേൻ. അപ്പക്കഷ്ണത്തെ പ്രാധാന്യത്തോടെ നോക്കി അതുപോലെ തന്നെ ഓരോ ആത്മാവിനെയും തന്റെ സ്വർഗത്തിൽ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യേശുക്രിസ്തു ആയിരുന്നത്. And sometimes I sit down and say, our Lord is so, he's so hilarious. He's a God with a lot of humor. ആമേൻ. പല കോമഡിയുമായി ആയിരിക്കുന്ന ഒരു ദൈവമെന്ന് ഞാൻ. Yes, because he sometimes do things so that we can sit and laugh about it. ആമേൻ. ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നും. Why did he say if the remaining things
was equivalent or it was just enough to fill 12 baskets. അവൻ അവിടെ ശേഷിച്ച കഷ്ണങ്ങൾ നോക്കുമ്പോൾ 12 ബാസ്ക്കറ്റിലാണ് അത് Not 10, not 8 or nothing, but it is precisely 12 baskets. 8 or 10 അല്ല, അത് 12 ബാസ്ക്കറ്റിൽ തന്നെ അത് നിറച്ചെടുത്തിരിക്കുന്നു. Why did he do that? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? Because all 12 had a lot of doubts in there. They did not believe in anything. So what happened is now Jesus is saying that, you know what? Not even small, it's not even carried in a bag or anything like that. They had to put on their head 12 baskets, each one carried, and said, you know, that it says that I had an unbelief, I didn't believe anything. Now this is a proof that I was not believing. ആമേൻ. 12 ശിഷ്യന്മാരെ സംശയവിചാരത്തോടെ ആയിരിക്കുമ്പോൾ ഈ 12 കൊട്ട ശേഖരിച്ചെടുത്തിട്ട് കയ്യിലല്ല കൊണ്ടുപോയത്, തലയിൽ വെച്ചിട്ട് എനിക്കൊരു അവിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളൊരു It doesn't say that one, I'm just saying it because I believe that's the reason, because he made them carry this through the crowd, and I believe that they each one will have some guilty conscience and say, you know what, we didn't believe, now we have it all. ആമേൻ. കുറ്റസമ്മതം അവർ ഉള്ളിൽ തന്നെ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടോ, ഒക്കെ ഞാൻ സംശയത്തോടെ ഇരുന്നു, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊട്ടകൾ ചുമന്നുകൊണ്ട് ആ ജനത്തിന്റെ നടുവിൽ കൂടെ അവർ പോയി കാണും. As I was criticizing, I was thinking about them. Holy Spirit told me, you are not any better than this. ഞാൻ അവരെ നിശ്ചിതമായി വിമർശിക്കുമ്പോഴും പരിശുദ്ധാത്മാ എന്നോടും നീയും അവരെക്കാട്ടി വലിയ ശ്രേഷ്ഠതയുള്ളവനല്ല എന്ന് പറഞ്ഞു. Because I came and I had a lot of questions. How am I going to do this one? How is tomorrow? Where am I going to live? What am I going to drive? All these doubts I had, and now I am also carrying. ആമേൻ. ഞാനും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും നാളെ, എങ്ങനെയെന്നുള്ളൊരു ചിന്താഭാരത്തോടെ പോകുമ്പോൾ He gave me abundance that is not in hands. Amen. We all have a really heavy load of blessings. ആമേൻ. ഒരു കയ്യിലൊതുങ്ങുന്നതല്ല, ഒരു ജീവിതത്തിൽ തന്നെ ഒരു ധാരാളമായി തന്നെ അനവധിയായി അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ദൈവം. Praise God, they were going with this one. ഇങ്ങനെയുള്ള ഈ 12 കൊട്ടകളുമായി അവർ കടന്നു പോകുന്നത് കാണുന്നു. And that's why I said suddenly they realized. Verse 14. 14 വാക്യം പെട്ടെന്ന് അവരിങ്ങനെ തിരിച്ചറിഞ്ഞു. Oh, this is truly the prophet who is to come into the world. ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് അവർ പറഞ്ഞു. That is what Moses told in Deuteronomy chapter 18. ഡ്യൂട്രോണോമിയിലെ 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. 18 verse 15, Moses said a prophet will be raised. ഒരു പ്രവാചകനും എഴുന്നേൽക്കുമെന്ന് 18-ാം വാക്യത്തിൽ പറയുന്നു. But until this happens, they didn't believe it. ഇത് സംഭവിക്കുന്ന വരെ അവർ വിശ്വസിക്കാതെ തന്നെയായിരുന്നു ആയിരുന്നത്. That's why I told you that this is done to show them that he is greater than Moses. മോശയെക്കാട്ടി താൻ വലിയവനെന്ന് കാണിക്കാൻ തക്കവണ്ണം എന്ന് ഞാൻ അതുകൊണ്ടാണ് ആദ്യ ഭാഗത്തിൽ ഞാൻ ഇത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്. Okay, let's go very quickly. The next thing, I just wanted to mention something about they wanted to make him a king. You all know the story. So Jesus didn't want to become their own king. അവര് ഒരു രാജാവിനെ ചെയ്യുവാൻ, രാജാവാക്കുവാൻ തന്നെ അവനെ ശ്രമിച്ചെന്നല്ല, അങ്ങനെ രാജാവാകാൻ നിൽക്കാതെ തന്നെ അവിടുന്ന് കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ കാണുന്നു. Just take a message for our young people who want to be into the ministry. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന യൗവനക്കാർക്ക് വേണ്ടിയാണ് ഞാൻ. Jesus is a great model for us. നമുക്ക് നമ്മുടെ മുമ്പിൽ മാതൃകയാകാനുള്ള ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. Don't go after the people making coronations, people giving things. We need something from the Lord. If the Lord doesn't give, don't go after what people offer to us. ഈ ചുറ്റും കൂടിയിരിക്കുന്ന ജനം നിങ്ങളിൽ മേൽ എന്തെങ്കിലും പറയുന്നത് നോക്കി പോകരുത്. ദൈവം എന്താണോ ഭരമേൽപ്പിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പോകാം. Because they wanted a king to be a puppet king for them, to do their desires, their demands. That's what they wanted, a king. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു രാജാവിനെയാണ് അവർ ആഗ്രഹിച്ചത്. But Jesus knows that there is a way to become a king, that is through the cross, and ultimately he will become a king. He didn't want a shortcut from people. എന്നാലോ ക്രൂശിലൂടെ അല്ലാതെ തനിക്ക് രാജാവാൻ കഴിയുമെന്ന്, ക്രൂശിലൂടെ രാജാവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. Amen. The same thing for us. Always be very, 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 very careful that. And I'm not saying sometimes God uses certain things, but I'm not saying that. I hope you understand that. Don't go after people for a position or a ministry or something like that. What people give it to you,
that will fail miserably. ഈ ദേശം ഈ ലോകം തരുന്ന ഈ സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ പുറകെ പോകരുത്. ദൈവം എന്ത് കൽപ്പിച്ചാക്കി തരുന്നു അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് ഓടാകൂ. God gave you something very small, even if it is it appear to be very small. Remain faithful in that one because He is the one going to use you. ദൈവം നിങ്ങളുടെ കയ്യിൽ ജീവിതത്തിൽ തന്നിരിക്കുന്ന അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കുക. അപ്പോഴാണ് ദൈവം അധികമായി തരുവാൻ ആഗ്രഹിക്കുന്നത്. Okay, then we see that the next portion, after that he slipped away and then he went to the mountain to pray. ആമേൻ. അവിടെ നിന്ന് വിട്ടുമാറി അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. And the second miracle, let me talk to you in about 2 to 3 minutes. 2-3 മിനിറ്റുകൾക്ക് ശേഷം മിനിറ്റിനുള്ളിൽ ഞാൻ ഇത് പറയട്ടെ. Then he went to pray and the Mark and Luke and Matthew says he compelled the disciples to go to the other side. മറ്റു ദേശത്തേക്ക് മറ്റൊരിടത്തിലേക്ക് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അവൻ he told them to go to Capernaum. Don't stay here, any one of you, get into the boat, go from here. ബോട്ടിൽ കയറി കഫർനഹൂമിലേക്ക് പോകാൻ തക്കണ ശിഷ്യന്മാരെ അവൻ നിർബന്ധിച്ചു. Why did he do that? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? Because these guys always had a little tendency who will be the greatest among them and things like that. So he knew that if he keep them over there, something they're going to fall into the victim of these people. ആമേൻ. ഇവർ ആരാണ് വലിയവനുള്ള ഒരു ചോദ്യം ഇവരുടെ ഉള്ളിൽ ഉണ്ടായുണ്ട്. ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരിവിടെ എവിടെയെങ്കിലും വീണുപോകും, ഇവരുടെ ചിന്തയിൽ വീണുപോകുമെന്ന് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു. So Jesus didn't want any one of them become a duplicate king or any one of them take anything that these people give. So he said, get everybody out of here. അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജാവാവേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോകുവാൻ നിർബന്ധിച്ചത്. So they are rowing, they are going, they are on the sea to the Capernaum. അവർ അവിടുന്ന് കടൽ കടന്ന് കഫർനഹൂമിലേക്ക് പോകുന്നു. And about 3 to 4 miles they went. 3-4 മൈൽ കഴിഞ്ഞപ്പോൾ a wind came and the waves started coming out. അവിടെ ഒരു വലിയൊരു പേമാരി കടന്നു വരാൻ, വലിയൊരു വിൻഡ് കടന്നു വരുവാൻ തുടങ്ങി. We see the word says that he saw them from the mountain that they are constraining in rowing. അവരെ തുഴയുന്നത് വളരെ പ്രശ്നത്തിലായിരിക്കുന്നു എന്ന മൗണ്ടനിൽ കാണുന്നു. They were struggling and he saw that. അവർ വളരെ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നത് യേശുക്രിസ്തു കണ്ടു. And then he came down from the mountain and he began to walk on the water. മലയിൽ നിന്ന് ഇറങ്ങി ആ ജലത്തിന്റെ കടലിന്മേൽ നടക്കുന്നതായിട്ട് കാണുന്നു. For us 1 mile walk is a very difficult. ഒരു മൈലെങ്കിലും ഒരു പക്ഷേ നമ്മൾ നടക്കുമ്പോൾ വളരെ പ്രയാസത്തോടുകൂടിയാണ് നടക്കുന്നത്. But it is very clearly says 3 to 4 miles they went and that's the time is the struggling. So Jesus walked about 3 to 4 miles. 4-5 നാഴിക അവർ പോയി. അപ്പോൾ അവിടെ ഇത്രയും പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഈ 4-5 മൈലാണ് യേശുക്രിസ്തു നടന്ന് അവരുടെ അടുത്തേക്ക് പോകുന്നത്. And he walked on the water. ആ കടലിന്മേൽ വെള്ളത്തിന്മേൽ നടന്നു പോകുന്നു. And when they saw him, they were afraid. And anyway, and after that, they got into the boat, and they were all very happy. ആമേൻ. അവനെ കണ്ടവനെ ഭയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ആ ബോട്ടിനകത്തേക്ക് കടക്കുന്നു. What was he trying to prove to them? എന്താണ് ഇതിൽ കൂടി തെളിയിക്കുവാൻ ശ്രമിക്കുന്നത്? Moses, they believed he put the rod and divided the water. തന്റെ കയ്യിലിരുന്ന വടി താഴെയിട്ട് അത് ചെങ്കലിനെ രണ്ടായി ഭാഗിച്ചതല്ലേ? They believe Moses divided the Red Sea. മോശ ഈ ചെങ്കലിനെ രണ്ടായി തിരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു. So they thought he is greater. അതിലും വലിയവനെന്ന് അവർ ചിന്തിച്ചു. Because he divided the water and the God sent a wind and they walked through the dry land. അവർ വടിയിട്ട് ആ ചെങ്കലിനെ രണ്ടായി ഭാഗിച്ചു, അതിൽ കൂടി അവനെ നടത്തി. അതുകൊണ്ട് അവൻ വലുവനെന്ന് അവർ വിശ്വസിച്ചു. Jesus was proving to them. എന്നാൽ ഇത് യേശുക്രിസ്തു ഇതിൽ തെളിയിക്കുന്നത്, oh, I don't need to divide or I don't need anything. I can just simply put my step and walk as if it is a dry land. തന്റെ മുമ്പിലായിരിക്കുന്ന ജലത്തെ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ മുകളിലേക്ക് എനിക്ക് നടന്ന് അവിടെ അടുക്കലേക്ക് എത്തുവാൻ കഴിയുമെന്ന്. I got the authority over the nature. I don't need to divide. If you think Moses is greater, I can just walk right on the water. മോശയാണ് നിങ്ങൾക്ക് വലിയവനെന്ന് തോന്നിയെങ്കിൽ ഈ പ്രകൃതിയുടെ മേൽ എനിക്ക് അധികാരം തന്നതുകൊണ്ട് പ്രകൃതിയുടെ മേൽ അതിൽ കൂടി എനിക്ക് വെള്ളത്തിൽ കൂടി മേലിൽ കൂടി എനിക്ക് നടക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. Praise God. That is 2 miracles. He just simply proved that he is greater than Moses. ഈ 2 അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ മോശയെക്കാട്ടി താൻ വലിയവനെന്ന്
വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. This morning I want to stop it here. I was prepared to say other portion of to tie along with it, but I want to stop right here. ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. Children of God, what is God speaking to us? എന്താണ് ദൈവം വ്യക്തമായി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? Sometimes we limit our God. നമുക്ക് നമ്മുടെ ദൈവത്തെ ചെറുതായിട്ട് നമുക്ക് കാണുന്നു. The Israelites limited Jesus by thinking Moses is greater. മോശ വലിയവനെന്ന് കണ്ടിട്ട് യേശുക്രിസ്തുവിനെ ചെറുതായിട്ട് ഇസ്രായേൽ ജനം കണ്ടെങ്കിലും But we make the same mistake. നമ്മളും അതുപോലെയുള്ള മിസ്റ്റേക്ക് അല്ലേ ചെയ്യുവാൻ പോകുന്നത്? Because Jesus is someone who lived 2000 years ago and he performed that miracle. He is not doing it today. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കഴിഞ്ഞ അത്ഭുതങ്ങളെല്ലാം ചെയ്തു, എന്നാൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി. And the same mistake, that is the same mistake. അതേ തന്നെ ആ മിസ്റ്റേക്ക് തന്നെയല്ലേ സംഭവിക്കുന്നത്? We're limiting our Jesus into a past history. ഒരു യേശുക്രിസ്തുവിനെ ഒരു ചരിത്ര സംഭവമായി നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. I mean, they tied to the Moses. They put trust in there. We think Jesus is the past. Well, all of these things happen. ഇസ്രായേൽ ജനം മോശയിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ നമ്മൾ യേശുക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റിവെക്കുകയല്ലേ? This day and Holy Spirit want to remind us that please do not do that one. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, അങ്ങനെയുള്ള ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ. If he has been the same yesterday, today and tomorrow. ഇന്നലെയും ഇന്നും നാളെയും അവൻ എന്നും ഒരുപോലെ തന്നെ ആയിരിക്കുന്നു. He is able to do exceedingly abundantly in our life, more than we imagine and think. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ചെയ്യുവാൻ, ധാരാളമായി ചെയ്യുവാൻ അവന് കഴിയുമെന്ന് കാണിക്കുന്നു. And he will do as he pleases to do it. അവൻ സന്തോഷിക്കുന്ന പോലെ തന്നെ അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും. Amen. We need to trust in him. അവനിൽ അത്രമാത്രം നിങ്ങൾ വിശ്വാസം അർപ്പിക്കണം. He can perform great things in our lives. അവന് വളരെ അധികാരം അനവധിയായി നിങ്ങൾക്ക് ചെയ്യുവാൻ This കഴിയും. morning we read the psalm that Psalmist says, Psalm 98, he has done wonderful things in our lives. നമ്മുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങളെ ചെയ്തു എന്ന് 98-ാം സങ്കീർത്തനം പഠിച്ചതല്ലേ? Child of God, we are here because of his great wonder. ആ അത്ഭുതം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്നത്. Sometimes we may not see Jesus walking on the water today, but we can see that he walked right into the biggest problem we had. ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ ആയിരിക്കുന്ന കടലിന്മേൽ നടക്കുന്ന യേശുക്രിസ്തുവിനെ അല്ല, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി നടക്കുന്ന യേശുക്രിസ്തുവിനെ അല്ലേ നാം കാണുന്നത്. Amen. How many times he walked right into your home, into your bedroom and proved that he is a mighty God. എത്ര പ്രാവശ്യം നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ബെഡ്റൂമിനകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നതാണ്. Hallelujah. Amen. Hallelujah. Glory to God.